നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്ന് കരുതി മകന് തഴമ്പുണ്ടാകില്ല എന്നൊരു ചൊല്ലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതയായിരുന്നു എന്ന് കരുതി രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ ഒരംശം പോലും കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായ ബോധ്യമുള്ളവരാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം. സ്വന്തം പാർട്ടിയിലെ നേതാവായിരിക്കാം, വ്യക്തിപരമായി നമുക്ക് വളരെയേറെ അടുപ്പമുള്ള ആളോ ഇഷ്ടമുള്ള ആളോ ഒക്കെ ആയിരിക്കാം എന്നു കരുതി ഒരാളെ പുകഴ്ത്തുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? എലിയെ കണ്ട് പുലി എന്ന് വിളിച്ചാൽ എലി പുലിയായ ചരിത്രം ഇന്നുമില്ല, പണ്ടുമില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നു. പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ ജയ് ഹിന്ദ് യാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവും ഉന്നയിച്ചു. സ്വന്തം പാർട്ടിയുടെ നേതാവ് എല്ലാ അണികൾക്കും ഏറെ സമ്മതനായ വ്യക്തിയും അദ്ദേഹം കഴിവുറ്റ വ്യക്തിയാണെന്നുള്ള അഭിപ്രായവും ഒക്കെ സ്വാഭാവികമാണ് എന്നു കരുതി പാവപ്പെട്ട രാഹുൽ ഗാന്ധി ആവോളം ട്രോളുകൾ ഇതിനോടകം തന്നെ സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്ഥിതിക്ക് പിന്നെയും എന്തിനാണ് അണികൾ ഈ പുകഴ്ത്തലിന്റെ പേരിൽ അദ്ദേഹത്തെ ട്രോളാൻ പൊതുജനത്തിന് എറിഞ്ഞുകൊടുക്കുന്നത് എന്നാണ് അറിയാത്തത്. കേവലം ഒരു വഖഫ് ബില്ല് പാസാക്കിയപ്പോൾ പോലും സഭയിൽ ഉത്തരം മുട്ടി ഒന്നും പറയാനില്ലാതെ മൗനവ്രതം അനുഷ്ഠിച്ച ആളാണ് പഹൽഗാം ഭീകരാക്രമണം പോലെ ഇന്ത്യ കണ്ട വലിയൊരു ഭീകരാക്രമണം നേരിടുമ്പോൾ അരയും കച്ചയും മുറുക്കി യുദ്ധം ചെയ്ത് വലിയ ആളാകുമെന്ന് കോൺഗ്രസിലെ യാതൊരു ബോധവുമില്ലാത്ത അണികൾ പറയുന്നത്. ഇനി ആ മനുഷ്യനെ എല്ലാവരും കൂടി യുദ്ധമുഖത്തിറക്കി കൊന്നു കൊലവിളിക്കാനുള്ള വല്ല പദ്ധതിയുമാണോ എന്നും അറിയില്ല. വായിട്ടലക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ട് ആവേശം വിളിക്കുന്ന കാഴ്ചക്കാർക്ക് എല്ലാം എളുപ്പമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി പന്ത് തട്ടുമ്പോൾ അറിയാം കണ്ടതൊന്നുമല്ല കാര്യമെന്ന്. പാകിസ്ഥാനെതിരായ സമീപകാല സൈനിക നടപടികൾക്കു ശേഷം മോദി സർക്കാർ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെയും രേവന്ത് റെഡ്ഡി ചോദ്യം ചെയ്തു. സൈനിക നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം തേടി സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് അത്തരമൊരു യോഗം വിളിച്ചില്ല എന്ന് നിസാംപേട്ടിൽ നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. ഇന്ത്യൻ സർക്കാർ രാജ്യത്തെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിയെന്നും 4 ദിവസത്തെ യുദ്ധത്തിനു ശേഷം എന്ത് സംഭവിച്ചു, ആര് സറണ്ടർ ചെയ്തു എന്ന 2 ചോദ്യങ്ങൾ ഉന്നയിച്ച് രേവന്ത് റെഡ്ഡി അതിനെപ്പറ്റി പൊതുജനത്തിനോ നേതാക്കന്മാർക്കോ ഒന്നും അറിയില്ല എന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ പാകിസ്ഥാനെ ഒരു വശത്തും ചൈനയെ മറുവശത്തും തോൽപ്പിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിയേനെ എന്നും രേവന്ത് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് പാക് അധീന കാശ്മീരിൽ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നുള്ള അതിഭീകര തള്ളാണ് തെലങ്കാന മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. രാജമൗലി ബാഹുബലി ഇറക്കിയപ്പോൾ പോലും കേട്ടിട്ടില്ല ഇത്രയും വലിയ പ്രമോഷൻ. പൃഥ്വിയുടെ എമ്പുരാന് പോലും ഉണ്ടായിരുന്നില്ല ഇത്ര തള്ള്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി യുദ്ധം കൂടി ചെയ്യിക്കാത്ത കുറവേ ബാക്കിയുള്ളൂ. നരേന്ദ്രമോദിയെ കാലഹരണപ്പെട്ട പണമെന്നും 1000 രൂപയുടെ അസാധുവായ നോട്ട് എന്നും വിശേഷിപ്പിച്ച രേവന്ത് റെഡ്ഡി BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രത്തെയും ധൈര്യത്തിനെയും സുതാര്യതയുടെയും അഭാവത്തിന്റെയും പേരു പറഞ്ഞ് വിമർശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകി റഫാൽ വിമാനം വാങ്ങി, പക്ഷേ അവ എന്തുകൊണ്ട് തകർന്നു? ഇതിന് മോദി ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ ബുദ്ധിശൂന്യന്മാരാണല്ലോ കോൺഗ്രസിൽ ഉള്ളത് എന്ന് ഓർക്കുമ്പോഴാണ് ഗതികേടെന്ന് വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. രാഹുലെ, ഈ തള്ളൊക്കെ കേട്ടിട്ട് വെറുതെ യുദ്ധം ചെയ്യാനൊന്നും പോയേക്കല്ലേ, പപ്പും പൂടയും പോലും ബാക്കിയുണ്ടാകില്ല.